മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. സനാതന ധർമ്മ വിവാദത്തിൽ പ്രതികരണവുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത്. വിശ്വാസമുള്ളവർ മാത്രം ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. രാഷ്ട്രീയം പോലെ തീരുമാനിക്കേണ്ട കാര്യമല്ല വിശ്വാസം എന്നായിരുന്നു കെ. മുരളീധരന്റെ പ്രതികരണം. സനാതന ധർമ്മത്തെ അവഹേളിക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ വിമർശിച്ചു. മതമൗലികവാദികളുടെ പിന്തുണയും വോട്ടും ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദുഷ്ടലാക്കോടുകൂടി നടത്തുന്ന പ്രസ്താവനയാണിത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മതമൗലികവാദികളുടെ വോട്ട് ലക്ഷ്യം വെച്ചുള്ള പ്രസ്താവനകളാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നും സനാതനധർമ്മത്തെ അശ്ലീലമെന്ന് പറഞ്ഞ് എം.വി. ഗോവിന്ദൻ അവഹേളിച്ചെന്നും വി. മുരളീധരൻ കുറ്റപ്പെടുത്തി. അതേസമയം മേൽവസ്ത്രം ധരിക്കുന്നത് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ എതിർക്കുന്നതായിരുന്നു മന്ത്രി കൂടിയായ കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം, അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്പലങ്ങളിൽ ഷർട്ടിട്ട് പോകുന്നതാണോ എന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ ചോദ്യം. മറ്റേതെങ്കിലും വിശ്വാസത്തെ അപമാനിക്കാനുള്ള ധൈര്യം CPM-നോ പാർട്ടി സെക്രട്ടറിക്കോ ഉണ്ടോ എന്നും കെ. സുരേന്ദ്രൻ ചോദിച്ചു. മറ്റേതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തെ ഇങ്ങനെ ആക്ഷേപിക്കാനുള്ള ധൈര്യം CPM-നോ ഗോവിന്ദനോ മുഖ്യമന്ത്രിക്കോ ഉണ്ടോ? സനാതന ധർമ്മത്തെ പരസ്യമായി ആക്ഷേപിച്ച M.V. ഗോവിന്ദനെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ക്ഷേത്രാചാരങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രിമാരാണെന്നും ഇത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട കാര്യമല്ലെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് കെ. മുരളീധരന്റെ പ്രതികരണം. ആ കാര്യങ്ങളിൽ തീരുമാനം തന്ത്രിമാരാണ്. ഇത് രാഷ്ട്രീയം പോലെ അങ്ങ് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമല്ല. അത് ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.